എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം എങ്ങനെ? ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ടുപഠിക്കാൻ പറ്റിയ രൂപത്തിലാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. കുറേ ആളുകൾ നിസ്കാരം എങ്ങനെ വേണമെന്ന് ചോദിച്ചതുകൊണ്ട് പരമാവധി സുന്നത്തുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ കൂടുതൽ ആമുഖത്തിലേക്കൊന്നും കിടക്കുന്നില്ല, നേരെ അങ്ങ് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വുളുവൊക്കെ ചെയ്ത് ഖിബലക്ക് നേരെ നമ്മൾ മുസല്ലൊക്കെ വിരിച്ച് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഞാനിപ്പോൾ ബെഡിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അത് വീഡിയോ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് കേട്ടോ, അല്ലാതെ ബെഡിൻ്റെ മുകളിൽ നിസ്കരിക്കുന്നത് സത്യത്തിൽ ശരിയല്ല, അതായത് നല്ലത് അല്ല എന്നർത്ഥം. കാരണം ഈ ബെഡിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് നമുക്കറിയാൻ പറ്റില്ലല്ലോ. നിസ്കരിക്കുന്ന ആളുടെ ശരീരവും വസ്ത്രവും അതുപോലെ സ്ഥലവും നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. ഇവിടെ ബെഡിൻ്റെ ഉള്ളിൽ ബെഡ്ഷീറ്റിൻ്റെ അടിയിലുള്ള ആ ബെഡിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് നമുക്കറിയാൻ കഴിയില്ല. ചിലപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒഴിവാക്കിയ വേസ്റ്റ് കൊണ്ടൊക്കെ ചില ബെഡുകൾ നിർമ്മിക്കുന്നത് പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ പരമാവധി ബെഡിൽ നിന്ന് ഒഴിവാവലാണ് നല്ലത്. മറ്റൊന്ന്, ചില ബെഡുകളൊക്കെ സ്പ്രിങ് ആക്ഷനുള്ള ബെഡുകളുണ്ടാവും. അങ്ങനെയാകുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ നിസ്കരിക്കുമ്പോൾ റുക്കൂലും സുജൂദിലും കൈകൾ ചലിപ്പിക്കുന്ന സമയത്തൊക്കെ ഒരു പ്രത്യേകമായ ഒരു ആക്ഷൻ വന്നു പോവുകയും നമുക്കൊരു താളവും ഒരു ഡാൻസ് പോലത്തൊക്കെ വരും. അപ്പോൾ അത് കഴിവിൻ്റെ പരമാവധി ഈ ബെഡിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നിസ്കരിക്കൽ തന്നെയാണ് നല്ലത്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വീഡിയോക്ക് ഒരു സൗകര്യത്തിന് വേണ്ടിയാണ്, പെട്ടെന്ന് കാണാൻ വേണ്ടിയാണ്. നിലത്ത് വന്ന് ആണ് ഞാൻ മുസല്ലം ഇരിക്കുന്നതെങ്കിൽ ഇത്രയും ചെറിയ റൂമിൽ എനിക്ക് വ്യക്തമായി കാണിച്ചു തരാൻ കഴിയില്ല, കുറച്ച് വൈഡായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഈ രൂപത്തിൽ ചെയ്യുന്നത്. അപ്പം ഞാൻ വുളുവൊക്കെ ചെയ്ത് ഖിബലക്ക് നേരെ നിന്ന് എന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നത് ളുഹൂർ നിസ്കാരമാണ്. ളുഹൂർ 4 റക്അത്താണ് നമുക്കറിയാമല്ലോ. അപ്പോൾ ളുഹൂർ നിസ്കരിക്കുമ്പോൾ ളുഹൂറിൻ്റെ നിയ്യത്താണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ളുഹൂർ എന്ന ഫർള് നിസ്കാരം 4 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, ഈ നിയ്യത്ത് മതി. അത് അറബിയിലാക്കുമ്പോൾ ഉസല്ലി ഫർളുൽ ളുഹരി 4 റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅ ലില്ലാഹി തആല, ഇങ്ങനെ നമ്മൾ നിയ്യത്ത്. അത് നിയ്യത്തെന്ന് പറഞ്ഞാൽ ഉള്ളിലാണ് വേണ്ടത്, മനസ്സിലാണ്. നിയ്യത്തെന്ന് പറഞ്ഞാൽ തന്നെ കരുത്ത് എന്നാണ്. അപ്പോൾ മനസ്സിലാണത് വേണ്ടത്, പുറമെ പറയൽ സുന്നത്താണ്. അപ്പോൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആദ്യം നമ്മൾ ളുഹർ എന്ന ഫർള് നിസ്കാരം 4 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു പറയാം. അല്ലെങ്കിൽ ഉസല്ലി ഫർളുൽ ളുഹരി 4 റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅ ലില്ലാഹി തആല എന്ന് പറയാം. നിസ്കാരത്തിൽ സുജൂദിൽ നമ്മുടെ നെറ്റി കൊള്ളുന്ന ഭാഗം ഏതാണോ ആ ഭാഗത്തേക്കായിരിക്കണം നമ്മുടെ നോട്ടം വേണ്ടത്. ചുറ്റുഭാഗത്ത് നോക്കിക്കൊണ്ടല്ല നിസ്കരിക്കേണ്ടത്, ആ സ്ഥലത്തേക്ക് തന്നെ നോട്ടം ശരിയാക്കുക. എന്നിട്ട് ഞാൻ നിയ്യത്ത് ചെയ്ത് കൈ കെട്ടുന്ന രൂപമാണ് ആദ്യം കാണിക്കുന്നത്. ഉസല്ലി ഫർളുൽ ളുഹരി 4 റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅ ലില്ലാഹി തആല. അല്ലാഹു അക്ബർ. ഇത് കണ്ടോ? ഇപ്പം ഞാൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അലിഫ് മുതൽ റാ ഉച്ചരിക്കുമ്പോഴേക്ക് ഞാൻ എൻ്റെ കൈ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. ഉയർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഉള്ളം കൈകൾ ഖിബലയ്ക്ക് നേരെയാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല, നേരെ ഇങ്ങനെ. ഇപ്പോൾ നമ്മുടെ ഷോൾഡറിന് നേരെ ഈ രൂപത്തിൽ കൈ ഉയർന്നാൽ മതി, ഇങ്ങനെ ഉയരുക. പക്ഷെ ഉയരുന്ന സമയത്ത് ഉള്ളം കൈകൾ ഖിബലയ്ക്ക് നേരെ ആവുകയും ചെയ്യുക. ഇങ്ങനെയാണ് ഉയർത്തേണ്ടത്. അതോടൊപ്പം ഈ അല്ലാഹു അക്ബർ എന്ന റാ ഉച്ചരിക്കുമ്പോഴേക്ക് ഇവിടെ ഉയർന്നു കഴിഞ്ഞാൽ മതി. ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ നിയ്യത്ത് മനസ്സിൽ വരണം. ഏതാണ്? ഏറ്റവും കുറഞ്ഞത് ഉസല്ലി ഫർളുൽ ളുഹരി, ളുഹൂർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു എന്നെങ്കിലും നമ്മുടെ മനസ്സിനുള്ളിലേക്ക് ആ നിയ്യത്ത് വരണം. അല്ലെങ്കിൽ നിസ്കാരത്തിൽ നിയ്യത്ത് ശരിയാവുന്നില്ലല്ലോ. അപ്പോൾ കുറഞ്ഞ സ്ഥലത്തെങ്കിലും ഇതിൻ്റെ ഉള്ളിലായി വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ ഈ കൈ ഉയർത്തുന്നതിന് മുമ്പ് ഉള്ളിലായി ഉസല്ലി ഫർളുൽ ളുഹരി എന്നെങ്കിലും മനസ്സിൽ വരാൻ ശ്രമിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എല്ലാ ചിന്തകളും ഒഴിവാക്കി നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന ഉറച്ച വിശ്വാസത്തോടെ നിൽക്കണം. എന്നിട്ട് മനസ്സൊക്കെ ക്ലിയറായി ശുദ്ധ മനസ്സോടു കൂടി നിൽക്കണം. അപ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് നിയ്യത്തൊക്കെ വരുള്ളൂ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിന്തകളായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് നിയ്യത്ത് നന്നാക്കി നിസ്കരിക്കാൻ ശ്രമിക്കണമെങ്കിൽ മനസ്സ് നന്നായി വരണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ല സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ വരണം. അതാണ് അശുദ്ധി മുട്ടിയ ഒരാൾ, മലമൂത്ര വിസർജ്യത്തിന് വളരെ പ്രയാസപ്പെടുന്ന ഒരാൾ അത് കഴിഞ്ഞ് നിസ്കരിച്ചാൽ മതി. ഭക്ഷണത്തിന് വല്ലാതെ ആഗ്രഹമുണ്ടെങ്കിൽ അവർ ഭക്ഷണം കഴിച്ച് നിസ്കരിച്ചാൽ മതി, അവരുടെ ശ്രദ്ധ മാറിപ്പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ഈ രൂപത്തിൽ നെയ്യത്ത് ചെയ്യുക. എന്ന് കൈ ഉയർത്തുമ്പോൾ നേരെ അല്ലാഹു അക്ബർ ഇവിടെ എത്തുമ്പോഴേക്ക് ഇങ്ങനെ ഉയർന്നു കഴിയാം. എന്നിട്ട് സാവധാനത്ത് കൈയങ്ങ് താഴ്ത്തി വെച്ചാൽ മതി കേട്ടോ. ഇവിടെ കൈ താഴ്ത്തുന്ന സമയത്ത്
താഴ്ത്തി വെക്കുന്ന കെട്ടുന്ന സമയത്ത് ഈ മണിബന്ധം എന്നാണ് ഇതിന് പറയാം. ഈ ഒരു ഏരിയ 2 എല്ലുകൾ കണ്ടല്ലോ, ഈ ഏരിയയിൽ നമ്മൾ കൈയുടെ ഈ 2 വിരൽ, വലത് കൈയുടെ ഈ 2 വിരൽ ഉപയോഗിച്ച് ഇടത് കൈയുടെ ഈ മണിബന്ധത്തിൽ ഇങ്ങനെ പിടിക്കുക. 3 വിരൽ ഇങ്ങനെ താഴ്ത്തിയിടാം. 1. രണ്ടാമത്തൊന്ന്, ഈ 2 വിരൽ ചെറുവിരലും തള്ളുവിരലും ഉപയോഗിച്ചുകൊണ്ട് പിടിക്കാം. 3 വിരൽ നേരെ വെക്കാം. ഈ 2 ഏത് രൂപവും നമുക്ക് ചെയ്യാം. ഇതല്ലാത്ത രൂപത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. ഇതാണ് ഏറ്റവും നല്ല രൂപം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, അല്ലാഹു അക്ബർ. കണ്ടോ, കൈ ഇങ്ങനെ വെച്ചു. ഇവിടെ വെക്കേണ്ട പൊക്കിളിൻ്റെയും നെഞ്ചിൻ്റെയും താഴെയായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചു. നെഞ്ചിൻ്റെ താഴ്ഭാഗത്തേക്ക് വെക്കുക. ഇങ്ങനെ വെക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇപ്പം നമ്മൾ കൈ കെട്ടി കഴിഞ്ഞല്ലോ, അല്ലാഹു അക്ബർ ചൊല്ലി കൈ കെട്ടി ആ സമയത്ത് നിയ്യത്ത് മനസ്സിൽ വന്നു. ഇനി ഈ കൈ കെട്ടിയ ഉടൻ നമ്മൾ ചെയ്യേണ്ടത് ദുആഉൽ ഇഫ്തിതാഹാണ്. അതായത് നമ്മളെ സാധാരണ നിസ്കാരത്തിൽ വജ്ജഹത്ത് ഓതലുണ്ടല്ലോ. അപ്പോൾ വജ്ജഹത്ത് ഓതുക. വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർള ഹനീഫ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ എന്നുള്ള ഈ വജ്ജഹത്ത് ഓതാം. ഇനി വജ്ജഹത്ത് അറിയില്ലെങ്കിൽ മറ്റൊരുപാട് ദുആഉൽ ഇഫ്തിതാഹ് ഉണ്ട്. ചെറിയ രൂപത്തിൽ ഒരുപാട് ദിക്റുകൾ നമുക്ക് അവിടെ ചൊല്ലാനുണ്ട്. അതിലേതെങ്കിലും ഒന്നെങ്കിലും നമ്മൾ ആ സമയത്ത് ചൊല്ലിയിരിക്കണം. തറാവീഹൊക്കെ ആണെങ്കിൽ നമുക്ക് വജ്ജഹത്ത് പൂർണ്ണമായി ഓതാൻ സമയമില്ലെങ്കിൽ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് എന്നെങ്കിലും അവിടെ പറയാം. കൈ കെട്ടി കഴിഞ്ഞിട്ട് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് എന്ന് പറയാം. എന്നിട്ട് അപ്പോൾ വജ്ജഹത്തുവിൻ്റെ സ്ഥാനത്തായി. പൂർണ്ണമായി ചൊല്ലലാണ് ഏറ്റവും വേണ്ടത്. അങ്ങനെ ചൊല്ലാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തിരക്കുള്ള സമയത്തോ അല്ലെങ്കിൽ തറാവി പോലത്തെ സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതെങ്കിലും ചെയ്യണം. കാരണം അത് ഒഴിവാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നർത്ഥം. അങ്ങനെ നമ്മൾ ദുആഉൽ ഇഫ്തിതാഹ് ഓതിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അഊദ് ചൊല്ലണം. അഊദു ബില്ലാഹി. ഇപ്പം നോക്കുക, കൈ കെട്ടി നമ്മൾ വജ്ജഹത്ത് ഓതി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിന്നെ അവിടെ ഇങ്ങോട്ട് ഫാത്തിഹ ഓതി തീർക്കുക. വലല്ലാലീൻ ആമീൻ വരെ ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ്, കുറഞ്ഞ സമയമെങ്കിലും നമ്മളൊന്ന് അടങ്ങുക. പെട്ടെന്ന് തുടർച്ചയായിട്ട് പോകണ്ട. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന സമയമെങ്കിലും ഉണ്ടാതിരിക്കുക. വലല്ലാലീൻ ആമീൻ ഒന്നവിടെ അടങ്ങുക. എന്നിട്ട് സൂറത്ത് ഓതുക. ഏതെങ്കിലും ഒരു സൂറത്ത് ഏതെങ്കിലും നമുക്കറിയാവുന്നൊരു സൂറത്ത്. ഏറ്റവും നല്ലത് ഖുർആൻ ഒരു സൂറത്ത് ഓതിയാൽ അതിൻ്റെ നേരെ താഴെയുള്ള സൂറത്ത് 2ാമത്തെ റക്അത്തിൽ ഓതാൻ ശ്രമിക്കണം. ഇനി ചിലത് പിന്നെ ഇന്ന സൂറത്താണ് ഓതൽ സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സൂറത്തുകൾ തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സൂറത്ത് ഓതിക്കഴിഞ്ഞു. ഇപ്പോൾ കൈകെട്ടി നമ്മൾ ഫാത്തിഹയും സൂറത്ത് ഓതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് റുക്കുയിലേക്ക് പോവുകയാണ്. റുക്കുയിലേക്ക് പോകുമ്പോൾ നേരത്തെ നമ്മൾ തുടക്കത്തിൽ കൈ ഉയർത്തിയില്ലായിരുന്നോ? ഇതുപോലെ കൈ ഉയർത്തിയിട്ടാണ് റുക്കുയിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ സൂറത്ത് ഓതിക്കഴിഞ്ഞു. അല്ലാഹു അക്ബർ ഉണ്ടോ? അല്ലാഹു അക്ബർ കഴിഞ്ഞു അല്ലാഹു അക്ബർ. ഞാൻ റുക്കുയിലേക്കാണ് പോവുക. റുക്കുയിലേക്ക് പോയി. റുക്കുയിൽ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കണം, 2 കൈയിൻ്റെ ഉള്ളം കൈകൾ നമ്മളെ മുട്ടിലേക്ക് ചേർന്ന രൂപത്തിൽ കൈ വിരലുകൾ താഴ്ത്തിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ പിരടിയും മുതുകും സമമാകുന്ന രൂപത്തിലേക്ക് ചെയ്യുക. ഇങ്ങനെ ഓവർ താഴ്ന്നു പോവണ്ട, ഇങ്ങനെ ഉയർന്നു പോവുകയും ചെയ്യാതെ ഒരു സമമായ രൂപത്തിൽ രണ്ടും ഇവിടെയും ഈ മുതുകും സമാസമമായ രൂപത്തിലേക്ക് നമ്മൾ റുക്കോ ചെയ്യുക. റുക്കോ ചെയ്യുമ്പോൾ വിരലുകൾ 5ഉം നേരെ താഴേക്ക് പോകുന്ന രൂപത്തിലാവുക. കാലിൽ മുട്ടിലേക്ക് തന്നെ വരിക. ഈ രൂപത്തിൽ കുനിഞ്ഞുകൊണ്ട് റുക്കോ ചെയ്യുക. റുക്കോയിൽ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന ദിക്ർ 3 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. ചൊല്ലിക്കഴിഞ്ഞിട്ട് അപ്പോഴൊക്കെ നോട്ടം എങ്ങോട്ടായിരിക്കണം? സുജൂദ് സ്ഥാനത്തേക്ക് ആയിരിക്കുകയും വേണം. ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ടാണ് എച്ചതാലിലേക്ക് ഉയരേണ്ടത്. നോക്കുക നിങ്ങൾ, സമി അല്ലാഹു ലിമൻ ഹമിദ കണ്ടോ? സമി അല്ലാഹു ലിമൻ ഹമിദ കൈ ഇങ്ങനെ ഉയർത്തി നേരെ താഴ്ത്തി വെച്ചു. ഇവിടെ ഇങ്ങനെ ആട്ടിക്കളിക്കരുത്. ചില ആളുകൾ അങ്ങനെയുണ്ട്. നിസ്കാരത്തിൽ സമി അല്ലാഹു ലിമൻ ഹമിദ എന്നിങ്ങനെ ആടും. അങ്ങനെ ആടാൻ നിസ്കാരം മാത്രമേ ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കൈ ഇങ്ങനെ ആട്ടരുത്. നേരെ റുക്കുവിൽ നിന്ന് സമി അല്ലാഹു ലിമൻ ഹമിദ ഉയർന്ന് കൈ ഇങ്ങനെ താഴ്ത്തി ഇവിടെ വെക്കുക. ഇവിടെ അടക്കി വെക്കാം. ഒന്നുകിൽ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം. പക്ഷെ എന്തായിരിക്കണം? അടക്കി അവിടെ വെക്കണം. പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യരുത്? അനങ്ങി കളിക്കാൻ പാടില്ല. ഇവിടെ കുറഞ്ഞ സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യണം? അടങ്ങണം. അതൊരു ഫർളാണ്. ഇങ്ങനെ അടങ്ങി എന്നിട്ട് റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി അമിൽ അൽ അർളി അമൽ അമാഷിഅത മിൻ ഷൈഇൻ ബഅദു എന്ന ദിക്ർ ചൊല്ലണം. അപ്പോഴും ഞാൻ നോക്കേണ്ട എങ്ങോട്ടായിരിക്കണം? സുജൂദിൻ്റെ സ്ഥാനത്തേക്കായിരിക്കണം. ഞാനിപ്പോൾ വീഡിയോയിലേക്ക് നോക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ നോക്കേണ്ട എങ്ങോട്ടായിരിക്കണം? സുജൂദിൻ്റെ സ്ഥാനത്തേക്ക്. മുഴുവൻ സമയത്തും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഒരു സമയം വെച്ച് അതവിടെ പറയാം. അപ്പോൾ ഇങ്ങനെ സമി അല്ലാഹു ലിമൻ ഹമിദ കഴിഞ്ഞു. നമ്മൾ റബ്ബനാ ലക്കൽ ദിക്ർ ചൊല്ലി ഇനി നമുക്ക് സുജൂദിലേക്ക് പോകണം.
സുജൂദിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം നിലത്ത് തട്ടേണ്ടത് നമ്മൾ 2 കാലിൻ്റെ മുട്ടാണ്. മുട്ട് ഭാഗം നിലത്ത് തട്ടണം, എന്ന് 2 കൈയിലുള്ള ഭാഗം നിലത്ത് തട്ടണം, എന്നിട്ട് നെറ്റിയും മൂക്കും നിലത്ത് തട്ടിക്കുകയാണ് വേണ്ടത്. 2 കാലിൻ്റെ വിരലുകളുടെ പള്ള ഏതായിരുന്നാലും നിലത്ത് തട്ടിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് നേരെ വെക്കുകയും വേണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം, ശ്രദ്ധിച്ചോ. ഇപ്പോൾ നമ്മൾ ഇത്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ 2 കൈ തുടയിലൂടെ ഒരതിക്കൊണ്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ, ശ്രദ്ധിക്കുക. അല്ലാഹു ഉണ്ടോ, അല്ലാഹു അക്ബർ ആദ്യം മുട്ട് നിലത്ത് തട്ടി അല്ലാഹു അക്ബർ ചൊല്ലണം. അപ്പോൾ നമ്മൾ മുട്ട് നിലത്ത് തട്ടി 2 കൈ കുറച്ച് ഉയർത്തി വെച്ച്, 2 കൈ വെക്കുന്ന നോക്ക്, കുറച്ച് കാലിൻ്റെ നേരെ തന്നെ 2 കൈ വെച്ചു. ഇനി നമ്മുടെ നെറ്റി വരേണ്ടത് ഇവിടെയാണ്. ഈ 2 കൈയിൻ്റെ ഇടയിലല്ല, അല്പം മുന്തിയിട്ട് ഇവിടെ വരണം. ഈ രൂപത്തിൽ ഇവിടെ കാണുന്നില്ല, അല്പം മുന്നോട്ട് നിങ്ങൾ കാണുന്നുണ്ടോ വീഡിയോയിൽ. 2 കൈ വെച്ചതിൻ്റെ കുറച്ച് മുന്നോട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ തല വരേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ വേക്കോട്ടി നോക്കുക, ചിലപ്പോൾ കാണും. നോക്കുക, സുജൂദിൽ വെക്കേണ്ട സ്ഥലം നോക്കണേ. അല്ലാഹു അക്ബർ, കൈ ഇങ്ങനെ പോന്നു, കാല് വെച്ചു, 2 കൈ കുത്തി അല്ലേ, കൈ ഇവിടെ കാണൂലേ. ഇനി തല കുറച്ചും കൂടെ മുന്നോട്ട് വെക്കുക. ഇങ്ങനെ നിന്നിട്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി എന്ന ദിക്ർ 3 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. ഈ ചൊല്ലുമ്പോൾ ഈ നമ്മുടെ കൈയിൻ്റെ വിരലുകൾ നോക്കുക, എല്ലാം ഖിബിലക്ക് നേരെയാണ്. ഖിബിലക്ക് നേരെ 5 വിരലും ഖിബിലക്ക് നേരെയാണ് വെച്ചിട്ടുള്ളത്. ഈ 2 കൈയിൻ്റെ ഈ ഭാഗത്ത് വരുന്ന ഈ രൂപത്തിലേക്ക് അല്പം മുന്തിയിട്ടാണ് തല വന്നിട്ടുള്ളത്. തലയുടെ അതായത് നെറ്റിയും മൂക്കും ഇത് രണ്ടും നിലത്ത് തട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നോക്കുക, നെറ്റിയും വേണം, മൂക്കും നിലത്ത് തട്ടുക. ഇനി ഒരാൾക്ക് നെറ്റി തട്ടിച്ചാൽ മൂക്ക് തട്ടാൻ കഴിയില്ല, മൂക്ക് തട്ടിയാൽ നെറ്റി തട്ടാൻ കഴിയില്ല. ഈ രൂപത്തിലാണെങ്കിൽ അവർ നെറ്റിയാണ് തട്ടേണ്ടത്, മൂക്കല്ല. നെറ്റി ഫർളാണ്, മൂക്ക് സുന്നത്താണ്. രണ്ടും കൂടി തട്ടിക്കലാണ് ഏറ്റവും നല്ല രൂപം എന്ന് പറയുന്നത്. നോക്കുക നിങ്ങൾ, അല്ലാഹു അക്ബർ. സുജൂദിൽ കാലുകൾ വെക്കുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിച്ചുകൊണ്ട് വെക്കണം. കാരണം കാലിൻ്റെ വിരലുകളുടെ അടിഭാഗം നിലത്ത് അമർന്നുകൊണ്ടാണ് കിടക്കേണ്ടത്. പല ആളുകൾക്കും അങ്ങനെ വെക്കാറില്ല. കാലിൻ്റെ പുറടിഭാഗമാണ് പല ആളുകളും നിലത്ത് വെച്ച് പോകാറുള്ളത്. എങ്കിൽ അങ്ങനെയല്ല, ദാ ഈ കാണുന്ന രൂപത്തിൽ കാലിൻ്റെ വിരലുകളുടെ അടിഭാഗം നിലത്ത് അമർന്നുകൊണ്ടാണ് കിടക്കേണ്ടത്. ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ഒരു വിരലെങ്കിലും നിലത്ത് അമർന്ന് കിടന്നിട്ടില്ലെങ്കിൽ അവൻ്റെ സുജൂദ് സഹിയല്ല, നിസ്കാരം സഹിയല്ലാതായി വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. ഈ കാണുന്ന രൂപത്തിൽ തന്നെ എല്ലാവരും ചെയ്യാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ആണ് സുജൂദ്. ഇങ്ങനെ സുജൂദ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തക്ബീർ ചൊല്ലിയിട്ടിരിക്കണം. അല്ലാഹു അക്ബർ. ഈ ഇരുത്തം, ഇതിന് 2 സുജൂദിനിടയിലുള്ള ഇരുത്തമാണ്. ഈ ഇരുത്തം ഇരിക്കുമ്പോൾ ഈ ഞാൻ കാണിച്ചു തരാം, വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ഈ ഇടത് കാലിൻ്റെ പിന്നെ അടിഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ മടമ്പിൻ്റെ ഭാഗത്തേക്ക് ഇടത് ചന്തിയുടെ ഭാഗം ഇങ്ങനെ വെക്കണം ഈ രൂപത്തിൽ. അപ്പോൾ വലത്തേ കാലോ ഇങ്ങനെ താഴ്ത്തി വെക്കുകയുമാണ്. അത് ഞാൻ തിരിഞ്ഞൊന്നിരുന്ന് കാണിച്ചു തരാം, വീഡിയോയ്ക്ക് ബാക്കിൽ കാണിക്കാൻ പറ്റാത്തത് ഞാൻ തിരിഞ്ഞൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ഇരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നോക്കുക, ബാക്കിൽ ഞാൻ തിരിഞ്ഞിരിക്കുമ്പോൾ കിബിലക്ക് തിരിഞ്ഞെന്ന് പറയണ്ട, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാല് വെക്കേണ്ട രൂപം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ കൈ വെക്കേണ്ട രൂപം നോക്കിയോ. മുട്ടിലേക്ക് കൈ വെക്കേണ്ടത് മുട്ടിൻ്റെ ഇതിലേക്ക് നടുവിരൽ എത്തത്തക്ക രൂപത്തിൽ ഇങ്ങനെ കവർ ചെയ്തിട്ടല്ല വേണ്ടത്, ഈ രൂപത്തിലേക്ക് വെക്കുക. 5 വിരലും നേരെ ഇങ്ങനെ വെക്കേണ്ടത്, നേരെ തന്നെയാണ് വെക്കുക. എന്നിട്ട് ഇങ്ങോട്ട് താഴ്ന്നു പോവാതെ ഈ രൂപത്തിലേക്ക് വെക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ കാല് നിങ്ങൾക്ക് അറിയില്ലല്ലോ, അത് ഞാൻ തിരിഞ്ഞൊന്ന് ഇരുന്ന് കാണിച്ചു തരാം, ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം. ഇതാ ഈ കാണുന്ന രൂപം കണ്ടോ, ഈ കാലിൻ്റെ വിരലുകൾ ഇങ്ങനെ നാട്ടിയിട്ട് ഈ ഇടത്തെ കാലിൻ്റെ ഈ പുറയുടെ ഈ ഭാഗത്ത് ഈ ഇടത് ചന്തിയുടെ ഭാഗം ഇങ്ങനെ അമർത്തിക്കൊണ്ട് ഈ ഒരു ഇരുത്താണ് വേണ്ട. പല രൂപത്തിലിരിക്കുന്നത് കാണാം. ഇതാണ് നല്ല രൂപം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇപ്പോൾ രൂപം മനസ്സിലായല്ലോ, ഈ രൂപത്തിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ സുജൂദിലേക്ക് പോകണ്ടേ, രണ്ടാമത്തെ സുജൂദ്. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നല്ലോ, ഇങ്ങനെയുള്ള ഇപ്പോൾ ഇരുന്നിട്ടുള്ളത്. ഇങ്ങനെ ഇരുന്ന് ഇനി ഇവിടുന്ന് രണ്ടാമത്തെ സുജൂദ് കൈ നേരെ വെക്കുക. അല്ലാഹു ഈ ഇരുത്തത്തിൽ പോകണം. ഈ ഇരുത്തത്തിൽ റബ്ബി ഗ്ഫിർലി വർഹംനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്നൊരു ദിക്ർ ഇവിടെ ചൊല്ലണം. ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് വീണ്ടും തക്ബീർ ചൊല്ലി രണ്ടാമത്തെ സുജൂദിലേക്ക് പോകാം. അല്ലാഹു അക്ബർ, നേരത്തെ സുജൂദ് ചെയ്ത പോലെ തന്നെ. എന്നിട്ട് ഇവിടെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി 3 പ്രാവശ്യം പറയുക. എന്നിട്ട് നമ്മൾ അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കണേ, ശ്രദ്ധിക്കണേ. ഇങ്ങനെ അടുത്ത റക്അത്തിൽ എണീക്കുമ്പോൾ ആദ്യം നേരത്തെ ഇരുന്ന ഇരുത്തൊന്നും കൂടി ഇരിക്കുക. ഇത് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തെന്ന് പറയാം. 1 സെക്കൻഡ് മതി ഇങ്ങനെ ഇരുന്ന്, എന്നിട്ട് വീണ്ടും ഇങ്ങനെ
എഴുന്നേൽക്കുകയാണ് അവിടെ വേണ്ടത്. ഇപ്പോൾ എഴുന്നേൽക്കുമ്പോൾ നോക്കുക, നേരെ എഴുന്നേറ്റ് കൈ ഇങ്ങനെ കെട്ടിയാൽ മതി, അല്ലാണ്ട് കൈ ഉയർത്തേണ്ട ആവശ്യം ഇവിടെ ഇല്ല. ഇപ്പം ഇങ്ങനെ ഉയർത്തി കെട്ടി, എന്നിട്ട് വജ്ജഹത്ത് ഓതേണ്ടതില്ല, അഊദ് മുതൽ തുടങ്ങിയാൽ മതി. അഊദ് ചൊല്ലി ഫാത്തിഹ ഓതി, എന്നിട്ടൊരു സൂറത്ത് ഓതി. ഇപ്പോൾ രണ്ടാമത്തെ സൂറത്താണ് ഇവിടെ ഓതി. സൂറത്ത് ഓതി, സൂറത്ത് ഓതി കഴിഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൈ ഉയർത്തുന്നു, റുക്കുവിലേക്ക് പോകുന്നു, ദിക്ർ ചൊല്ലുന്നു, സമി അല്ലാഹു ലിമൻ ഹമിദ പറയുന്നു, കൈ നേരെ വെക്കുന്നു, അവിടെയും ദിക്ർ ചൊല്ലുന്നു. പിന്നെ കഴിഞ്ഞ് നേരെ സുജൂദിലേക്ക് തന്നെ നമ്മൾ പോകുന്നു. ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ സുജൂദ് ചെയ്യുന്നു, ദിക്ർ ചൊല്ലുന്നു, എന്നിട്ട് നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇരിക്കുന്നു. വീണ്ടും നമ്മൾ അല്ലാഹു അക്ബർ ചൊല്ലി രണ്ടാമത്തെ സുജൂദിലേക്ക് പോകുന്നു, ഇവിടെ ദിക്ർ ചൊല്ലുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഇരുന്ന ഇരുത്തണ്ടല്ലോ, രണ്ട് സുജൂദിൻ്റെ ഇടയിൽ ഇരുന്ന് ഇരുത്തം കാണിച്ചു തന്നല്ലോ, ആ ഇരുത്തത്തിൽ തന്നെ ഒന്നും കൂടി ഇരിക്കുക. ഇതാണ് ഒന്നാമത്തെ അത്തഹിയ്യാത്തിന് ഇരിക്കേണ്ട ഇരുത്തം. പിന്നെ ഇവിടെ നമ്മളൊന്ന് ഇരിക്കുക, എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഈ നേരത്തെ കൈയൊക്കെ ഇങ്ങനെ തന്നെ വെക്കണം. എന്നിട്ട് വലത് കൈ ഇങ്ങനെ വെക്കുക. എങ്ങനെ? വലത് കൈ ഇതാ ഇങ്ങനെ മടക്കിയിട്ട് ഈ ഭാഗത്തെ തൊടിയിച്ചിട്ട് ഇങ്ങനെ നിലത്ത് അമർത്തി വെക്കുക വലത് കൈ. എടുത്ത കൈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേർക്ക് തന്നെ വെക്കുക. രണ്ടും കൈ വെച്ച് കണ്ടല്ലോ, ഈ രൂപത്തിൽ കൈ വെച്ചിട്ട് ഇത് പുയത്തണ്ട, ഇങ്ങനെ വെക്കുക. എന്നിട്ട് അത്തഹിയ്യാത്ത് ഓതണം. ഇവിടെ ഒന്നാമത്തെ അത്തഹിയ്യാത്ത്, അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാത്ത്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇത് കഴിഞ്ഞ് അതുവരെ നമ്മൾ നോക്കുന്ന സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെയാണ്. എന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അള്ളാഹ് പറയുന്ന സമയത്ത് ഈ വിരൽ വലത് കൈയിൻ്റെ ചൂണ്ടുവിരലൊന്ന് ഉയർത്തുകയും അതിലേക്ക് നോക്കുകയും ചെയ്യുക. ഇതുവരെ നമ്മൾ നോക്കിയ സുജൂദിന്റെ സ്ഥാനത്തേക്കാണ്. ഇവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നോട്ടം ഇങ്ങോട്ട് മാറ്റി. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അവിടം വരെ ചൊല്ലുക. ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുകയാണ്. ഒന്നാമത്തെ തഹിയ്യാത്തല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, മൂന്നാമത്തെ റക്അത്തിലേക്ക് നമ്മൾ എഴുന്നേൽക്കുന്നു. എന്ത് ചെയ്യുക? നേരെ അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് നേരെ ഉയരുക. അല്ലാഹു അക്ബർ ഉയർന്നിട്ട് ഇപ്പോൾ മൂന്നാമത്തെ റക്അത്തിലേക്ക് വരുമ്പോൾ നേരത്തെ ആദ്യം ചെയ്ത പോലെ കൈ ഉയർത്തിയിട്ട് കെട്ടണം. രണ്ടാമത്തെ റക്അത്ത് നമ്മൾ ഉയർത്തിയിട്ടില്ല. മൂന്നാമത്തെ ഇരുതാ നേരത്തെ ഒന്നുകൂടി ഉയർന്നു കണ്ടോ, അതായത് ഇങ്ങനെ ഈ തഹിയ്യാത്തായിരുന്നു, ഇവിടുന്ന് ഉയരുകയാണ്. അല്ലാഹു അക്ബർ ഉണ്ടോ, ഉയർത്തി കൈ കെട്ടി. ഇവിടെ നമ്മൾ അഊദു ഓതി, വജ്ജത്ത് പിന്നല്ല, തുടക്കത്ത് മാത്രം. അഊദു ഫാത്തിഹ ഓതി, നമ്മൾ വീണ്ടും റുക്കൂഅ്, ഇഅ്തിദാല്, സുജൂദ്, പിന്നെ ഇരുത്തം, പിന്നെയും സുജൂദ്. അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നാം റക്അത്തിൽ നമ്മൾ രണ്ടാമത്തെ റക്അത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്തോ അതുപോലെ തന്നെ നാലാം റക്അത്തിലേക്ക് എഴുന്നേറ്റ് വന്നു. ഇപ്പോൾ നാലാമത്തെ റക്അത്തിലായി. ഈ നാലാമത്തെ റക്അത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും അഊദു ഓതി, ഫാത്തിഹ ഓതി, അല്ലാഹു അക്ബർ, റുക്കൂഇലേക്ക് പോയി, സമി അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു, അവിടെയൊക്കെ ദിക്റുകൾ ചൊല്ലി. പിന്നെ നമ്മൾ സുജൂദിലേക്ക് തന്നെ പോയി, ഒന്നാം സുജൂദ്, ദിക്ർ ചൊല്ലി, അതിനിടയ്ക്ക് ഇരുന്നു, ദിക്ർ ചൊല്ലി, ഇവിടെയൊക്കെ തക്ബീറുണ്ട്. പിന്നെ അല്ലാഹു അക്ബർ ചൊല്ലി, അവിടെ ദിക്ർ ചൊല്ലി. ഇത് കഴിഞ്ഞിട്ട് നോക്കണേ, അവസാനത്തെ റക്അത്താണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അത്തഹിയ്യാത്തിൻ്റെ ഇരുത്തം ഇങ്ങനെ ഇരിക്കണം. എങ്ങനെ ഇരിക്കുന്ന നോക്കിക്കോ, ഇരുത്തം നോക്കണേ. ഇവിടുന്ന് ഇതാ ഇങ്ങനെ ഇരിക്കുക. അല്ല, ഈ ഇരുത്തം നമ്മൾ ഇരിക്കണം. ഈ ഇരുത്തത്തിൽ നേരത്തെ ഇരുന്ന പോലെ അല്ല, ഇരുത്തത്തിന് വ്യത്യാസമുണ്ട്. നമ്മുടെ ഇടത്തെ ചന്തി കിടക്കുന്നത് നിലത്താണ്. രണ്ട് കാലുകൾ മടക്കിയിട്ട് ഉള്ളിലൂടെ കോർത്തുകൊണ്ടാണ് ആ ഇരുത്തം. ഞാൻ തിരിഞ്ഞൊന്ന് ഇരുന്ന് കാണിച്ചു തരാം. അവസാന തയ്യാത്തിലിരിക്കുന്ന ഇരുത്തം ഒന്ന് തിരിഞ്ഞ് കാണിച്ചു തരാം. ശ്രദ്ധിക്കണേ. കണ്ട, ഈ കാല് നേരെ വെച്ചു, ഈ കാലിൻ്റെ അടിയിൽ കൂടെ അങ്ങ് പോന്നു. ഈ ഇരുത്തം നിലാണ്. രണ്ട് കൈ നേരത്തെ പറഞ്ഞ രൂപത്തിൽ വെച്ചു. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ കാല് വരേണ്ടത്. ഈ കാല് നാട്ടി വരണം, ഈ കാലിൻ്റെ ഉള്ളിലൂടെ അങ്ങ് കൊത്തു പോരണം. ഈ രൂപത്തിലാണ്. ഇതിനാണ് തബറുക്കിൻ്റെ ഇരുത്തം എന്നാണ് പറയുക. അവസാനത്തെ അത്തഹിയ്യാത്തിലിരിക്കുന്ന ഇരുത്തം. ഒന്നാമത്തെ അത്തഹിയ്യാത്തിലിരുന്നതോ അത് ഇഫ്തിറാഷിൻ്റെ ഇരുത്തമായിരുന്നു. അഥവാ സലാം വീട്ടാൻ പോകുന്ന ഏതൊരു ഇരുത്തും അങ്ങനെയാണ് വേണ്ടത്. സലാം വീട്ടാൻ അത് കഴിഞ്ഞാൽ ഈ അത്തഹിയ്യാത്ത് ഓതിക്കഴിഞ്ഞാൽ സലാം വീട്ടാണ്. അങ്ങനെ വരുമ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. എങ്ങനെ? ഇങ്ങനെ ഇരുന്നു അല്ലേ? ഈ ഇരുത്തിരുന്ന് രണ്ട് കൈ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വെച്ചു, ഈ കൈ ഇങ്ങനെ വെച്ചു, ഈ കൈ ഇന്നിങ്ങനെ വെച്ചു. രണ്ടും നേരത്തെ പറഞ്ഞു തന്നുണ്ട് വെക്കേണ്ട രൂപം. ഒരു കൈ ഈ രൂപത്തിലും രണ്ടാമത്തെ കൈ ഈ രൂപത്തിലും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് അത്തഹിയ്യാത്ത് ഓതി നേരത്തെ പറഞ്ഞ പോലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ കൈ ഉയർത്തി, നോട്ടം ഇതിലേക്കായി. പിന്നെ അവസാനം വരെ ഇതിലേക്ക് തന്നെ നോട്ടം, ഇതിലേക്ക് തന്നെ നോട്ടം.
അപ്പോൾ പിന്നെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ വബാരിക് അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലം ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്നതുവരെ ഓതിയിട്ട് സലാം വിട്ടണം. സലാം വിട്ടുമ്പോൾ അസ്സലാമു അലൈക്കും പറയേണ്ട നേരെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചില ആളുകൾ സലാം വിട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് കാണിക്കും. അങ്ങനെ കുലുങ്ങി ഒരു സലാമൊന്നുമില്ല. സലാം വിട്ടുമ്പോൾ എപ്പോഴും നേരെ ഖിബലക്ക് നേരെ അസ്സലാമു അലൈക്കും പറയാം, എന്നുള്ള റഹ്മത്തുള്ളാഹി അങ്ങോട്ട് പറയാം കേട്ടോ. അല്ലാതെ ചിലർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇങ്ങനെയൊക്കെ സലാം വിട്ടുന്നത് കാണാം. ഇങ്ങനെയല്ല വേണ്ടത്. നേരെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് സലാം വിട്ടുക. രണ്ടാമത്തെ സലാം ഇവിടുന്ന് അസ്സലാമു അലൈക്കും വിട്ടുക. ഇങ്ങനെയാണ് നിസ്കാരത്തിൻ്റെ രൂപം. ഇപ്പം നമ്മൾ ഒരുവിധ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാവർക്കും ഈ രൂപത്തിൽ അങ്ങ് നിസ്കരിച്ചാൽ വളരെ കറക്റ്റായി കിട്ടും. ഈ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ബാക്കി ദിക്റുകളും കാര്യങ്ങളൊക്കെ ചൊല്ലി നമുക്ക് ദുആ ചെയ്യുകയും ചെയ്യാം. ഇതാണ് അവിടെ വേണ്ടത്. അപ്പോൾ 4 റക്അത്തുള്ള ളുഹൂറി നിസ്കാരമാണ് നമ്മൾ കണ്ടത്. ഇനി ഇവിടെ മറ്റൊരു സംശയം കൂടെ പറയാം. സുബഹി നിസ്കാരത്തിൽ ഷാഫി മദ്ഹബുകാർക്ക് എന്തുണ്ട്? ഖുനൂത്ത് ഉണ്ടാവും. ഖുനൂത്ത് 2ാമത്തെ റക്അത്തിലാണ് ഖുനൂത്ത് ഉണ്ടാകുക. ആ ഖുനൂത്തിൽ എങ്ങനെയാണ് കൈ പിടിക്കേണ്ടത് എന്നും പറഞ്ഞുതരാം. അതുകൊണ്ട് ഇതിൻ്റെ അവസാനത്ത് കൊള്ളിക്കാം. അപ്പോൾ നമ്മൾ ഒരു റക്അത്ത് കഴിഞ്ഞ് എഴുന്നേറ്റ് 2ാമത്തെ റക്അത്ത് കേട്ടോ. 2ാമത്തെ റക്അത്താണ് ഇത്. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി നമ്മൾ റുക്കൂയിലൊക്കെ ഇതൊക്കെ സൂറത്ത് കഴിഞ്ഞ് റുക്കൂയിലേക്ക് പോയി സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് റബ്ബനാ ലക്കൽ ഹംദു വൽ അസ്സമാവാത്തിലെ ദിക്ർ ചൊല്ലി കഴിഞ്ഞിട്ട് കൈ നേരെ ഇങ്ങനെ വെക്കുന്നു. ഇങ്ങനെ ഒന്നുകിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് നേരെ സുജൂദ് സ്ഥാനത്തേക്ക് നോക്കാം. അതല്ലെങ്കിൽ 2 കൈയും ചേർത്ത് വെച്ച് കൈയിനുള്ളിലേക്ക് നോക്കാം. ഈ 2 രൂപത്തിൽ ചെയ്യാം. എന്നിട്ട് ഖുനൂത്ത് അല്ലാഹു മുഹ്ദിനി ഫീമൻ ഹദൈത വആഫിനി ഫീമൻ ആഫൈത വതവല്ലനി ഫീമൻ തവല്ലൈത് എന്നൊക്കെ പറഞ്ഞ് ഖുനൂത്ത് ഓതി കഴിഞ്ഞിട്ട് ഈ കൈ നേരത്തെ എവിടെ നിന്നാണോ എടുത്ത് അവിടെ കഴിച്ചിടുക. എന്നിട്ട് സുജൂദിലേക്ക് നേരത്തെ പറഞ്ഞ രൂപത്തിൽ കയ്യിലത്തോടയിലൂടെ ഒരുതിയിട്ട് സുജൂദിലേക്ക് പോവുകയാണ് വേണ്ടത്. ചില ആളുകൾ ഖുനൂത്ത് ഓതി ഇങ്ങനെ കയ്യോടെ അങ്ങനെ പോകണത് കാണാം. അങ്ങനെ പോകേണ്ടതില്ല. ഇത് നേരത്തെ എടുത്ത് നമ്മളിവിടെ നിന്നല്ലേ ഇങ്ങോട്ട് എടുത്തത്, അവിടെ തന്നെ വെക്കുക. എന്നിട്ട് സുജൂദിലേക്ക് പോവുക. ഇതാണ് വേണ്ടത്. ഇനി ഇവിടങ്ങളിലൊക്കെ സ്ത്രീകളെ സംബന്ധിച്ച് ഈ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇപ്പോൾ റുക്കുവിൽ പുരുഷന്മാർക്ക് ഇങ്ങനെ വെക്കാം, സ്ത്രീകൾ കുറച്ച് അടുപ്പിച്ച് വെക്കണം. 2 ഇതിങ്ങനെ അടുപ്പിച്ചിട്ടാണ് അവർ സുജൂദ് ചെയ്യേണ്ടത്, അല്ല റുക്കൂ ചെയ്യേണ്ടത്. ഇങ്ങനെ കൈ അടുപ്പിച്ച് വെക്കുക. പിന്നെ അതുപോലെ സുജൂദിൻ്റെ സ്ഥലത്ത് നോക്കുക. സുജൂദിൽ പുരുഷന്മാരാണെങ്കിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് സ്ത്രീകളാണെങ്കിൽ 2 കൈ അടുപ്പിച്ച് ഇങ്ങനെയാണ് സുജൂദ് ചെയ്യുക. 2 തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? പുരുഷന്മാരിങ്ങനെ വിടർത്തി വെക്കുമ്പോൾ സ്ത്രീകൾ അടുപ്പിച്ചുകൊണ്ടാണ് അവിടെ ചെയ്യേണ്ടത്. ഇത്രയും മാറ്റമുള്ള ബാക്കിയെല്ലാം ഒരുപോലെയാണ് എന്നതുകൂടി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇത് കണ്ടു പഠിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.